നമസ്കാരം. ഈ വീഡിയോയിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് അഷ്വറിൽ എങ്ങനെയാണ് ഒരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ ആദ്യമായിട്ട് വിർച്വൽ മെഷീൻസ് എന്നുള്ള സെക്ഷനിൽ പോവുക. ഓൾറെഡി ഉള്ള വിർച്വൽ മെഷീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ക്രിയേറ്റ് കൊടുക്കുക, ആഡ് അഷ്വർ വിർച്വൽ മെഷീൻ. ഇതിൽ നമുക്ക് ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. വിർച്വൽ മെഷീന് പേര് കൊടുക്കുക. റീജിയൻ ഡിഫോൾട്ട് കിടക്കുന്ന US ആണ്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അവൈലബിലിറ്റി എല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. ഇനി ഉബുണ്ടു 22 ആണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഉബുണ്ടു സെലക്ട് ചെയ്യണം. ഈ റീജിയനിൽ നമ്മൾ ആവശ്യത്തിനുള്ള സെർവർ ഇല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് റീജിയൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇനി ആർക്കിടെക്ചർ 64 ബിറ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 64 ബിറ്റ് സെലക്ട് ചെയ്യണം. നമുക്ക് പിന്നെ അടുത്ത ഓപ്ഷൻ SSH കീ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ പാസ്വേഡ് ഉപയോഗിച്ചിട്ട്. ഞാനിവിടെ പാസ്വേഡ് സെലക്ട് ചെയ്യാണ്. ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് യൂസർ നെയിമാണ് വേണ്ടത്. അത് ഉബുണ്ടുന്ന് സെറ്റ് ചെയ്യാണ്. ഇനിയാണ് പാസ്വേഡ്. മോസില്ല റെക്കമെൻഡ് ചെയ്ത ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തു. ആ പാസ്വേഡ് നിങ്ങൾ എവിടെയെങ്കിലും സേവ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൽ നമുക്ക് വേണ്ട പോർട്ടുകളൊക്കെ ഇതിൽ സെലക്ട് ചെയ്യാം. 80 HTTPS ആണെങ്കിൽ 443 കൂടി സെലക്ട് ചെയ്യണം. ഡിസ്ക് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. ഡിഫോൾട്ട് 30 ആണ് എടുക്കുന്നത്. ഏറ്റവും കുറവ് 30 തന്നെയാണ്. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നില്ല. റിവ്യൂ ആൻഡ് ക്രിയേറ്റ് കൊടുക്കുകയാണ്. നമ്മൾ ചൂസ് ചെയ്ത ഏതോ ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ടില്ല ബേസിക്സിൽ. അപ്പോൾ നമ്മൾ അതൊന്നുകൂടി ചെക്ക് ചെയ്യണം. ഇഷ്യൂ റീജിയൻ റിലേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് റീജിയൻ ചേഞ്ച് ചെയ്തു. വീണ്ടും റിവ്യൂ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ക്രിയേറ്റ് കൊടുത്തു.
വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വിർച്വൽ മെഷീൻസ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ക്രിയേറ്റ് ആവുന്നേ ഉള്ളൂ. നമ്മൾ പേര് കൊടുത്ത പോലെ സെക്കൻഡ് സെർവർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിലേക്ക് പോവാം. ഇവിടെ IP അഡ്രസ്സ് കാണിക്കും. ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് SSH മാത്രമേ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുള്ളൂ. അതുവഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ SSH ആക്സസ് വഴി പുതിയ VPSലോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റി. അപ്പാഷെ എൻജിനെക്സ് വെബ് സെർവേഴ്സാണ് കൂടുതലും സെർവറുകളിൽ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എൻജിനെക്സ് ആണ്. അതിനായിട്ട് ആദ്യം തന്നെ സോഫ്റ്റ്വെയറിലത്തെ എല്ലാ പാക്കേജും ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള കമാൻഡാണ് sudo apt update -5. ഇനി നമുക്ക് വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുള്ള കമാൻഡ് sudo apt install nginx -5. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. sudo service nginx start. പിന്നെ നമുക്ക് വെബ് സെർവർ IP ഓപ്പൺ ചെയ്ത് നോക്കിയാൽ വെൽക്കം ടു nginx എന്നുള്ള സ്ക്രീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷൻ സക്സസ് ആയി.